ഇത് സാധാരണ ഒരു ഫ്ലാറ്റ് കൂടല്ല, ഇതിനൊരു പ്രത്യേകത. ഇതൊരു 15 ഏക്കറിന്റെ ഒരു പ്രൊജക്റ്റാണ്. അൻസലസ് റിവർ ഡെയിലി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ്. കണ്ട ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കസ്റ്റമറും സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചാൽ അവരുടെ ഇഷ്ടത്തിന് പണിതേക്കാൻ. കണ്ട എല്ലാ വീടുകളും ഓരോ മോഡലാണ്. കാരണം ഓരോ സെയിം അല്ല, ഒരു യൂണിഫോം ടൈപ്പ് അല്ല. ഓരോ കസ്റ്റമർ അവരവരുടെ ഇഷ്ടത്തിനാണ് ഇതിനകത്ത് പണിതേക്കണം. ഇതൊരു 15 ഏക്കർ പ്രൊജക്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ. ഇതിനകത്ത് രാവിലെ ജോഗിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഭയങ്കര സുഖമാണ്. ഒരു റൗണ്ട് അടിക്കുമ്പോൾ തന്നെ 1.5 കിലോമീറ്ററാണ്. 2 റൗണ്ട് അടിച്ച 3 കിലോമീറ്റർ ജോഗിങ് കഴിയും. കണ്ട പക്ക സെറ്റപ്പാണ്. സൈഡിൽ റിവർ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇപ്പം മെട്രോ ഇതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്യാറുണ്ട്. മെട്രോ വാട്ടർ മെട്രോയെ കണ്ട ഓരോ വീടിൻ്റെയൊക്കെ സെറ്റപ്പ് കണ്ട. ഇതിൻ്റെ അകത്താണ് ഈ അപ്പാർട്ട്മെന്റ് വരുന്നത്. വെൽ സെക്യൂരിറ്റി ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ അകത്ത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. കണ്ട ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഭയങ്കര പ്രൈവസിയാണ്. കണ്ട അപ്പുറത്തെ റിവർ കാണണ്ട, റിവറാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതിൽ ലൈക്ക് അടിച്ചിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാനിത് എല്ലാ വീഡിയോയിലും പറയണ്ട, എല്ലാവരും ലൈക്ക് അടിക്കണ്ട. അപ്പോൾ ലൈക്ക് അടിക്കുന്നവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ്. കണ്ട അപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര പ്രൈവസിയും കാര്യങ്ങളൊക്കെയാണ്. കണ്ട ഇത്രയും നല്ല റോഡ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സെറ്റപ്പുകളും കണ്ട. ഇഷ്ടംപോലെ മരങ്ങളും നമുക്ക് ഇപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ സൈഡിൽ തന്നെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു കൂളിങ്ങും നല്ല ശുദ്ധവായു കാര്യങ്ങൾ. സിറ്റിയുടെ സെൻറ്റർ തന്നെ, എറണാകുളം സിറ്റിയുടെ സെൻറ്റർ തന്നെ 15 ഏക്കറിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഈ വരുന്നത്. കണ്ട നമുക്കിപ്പോൾ ഇത് എല്ലാ വീടുകളും കണ്ട എല്ലാം നല്ല പോഷ് വീടുകളാണ്. അതിൻ്റെ അകത്താണ് നമ്മളീ പറഞ്ഞ 1100 സ്ക്വയർ ഫീറ്റ് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ ഫ്ലാറ്റ് വരുന്നത്. ഇവിടെ ക്ലബ്ബ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും. കാരണം ക്ലബ്ബ് അതിൻ്റെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പം അത്രയും ഫെസിലിറ്റിയൊക്കെ ഉള്ളൊരു ഫ്ലാറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോണത്. നമുക്ക് എന്നിട്ട് ആ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കണ്ട ഇത് മരങ്ങൾ തന്നെ കണ്ട. ഇത് സിറ്റിയുടെ അകത്താണ്. ഇനി നമുക്ക് ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് കയറാം. സൈഡിലൊക്കെ എന്ന് വെച്ചാൽ ചെറിയൊരു ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെടിയും ബബിൾസൊക്കെ വെച്ച് ഇട്ടിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു സെറ്റപ്പാണ്. ഇവിടെ കണ്ട നമുക്ക് ഷൂവും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയുള്ളൊരു പോർഷൻ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ഫർണിച്ചറും എല്ലാം അടക്കമുണ്ട്. 8 to Z സാധനങ്ങൾ അടക്കം സെയിൽ ചെയ്യണം, വേറെ ഒന്നും എടുക്കാനില്ല. കണ്ട ഇവിടെയാണ് ഇൻവെർട്ടർ കാര്യങ്ങൾ എല്ലാവരും സെറ്റ് ചെയ്തേക്കണത്. ഇവിടെയാണ്, പുറത്താണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഗ്യാസും പുറത്താണ്. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മുടെ സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. കണ്ട ഇവിടെയും ഷെൽഫും കാര്യങ്ങളും, ഇവിടെയും നമ്മളെ ഷൂവും കാര്യങ്ങളും ചെരുപ്പൊക്കെ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് നിങ്ങളുടെ ലിവിങ് സ്പേസ് വരുന്നത്. കണ്ട ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള. അതിൻ്റെ ലോക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലാണ് കേട്ടോ ഡോറിൻ്റെ. ഇതാണ് നിങ്ങളുടെ ലിവിങ് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചേക്കുന്ന ഒരു ഫ്ലാറ്റാണിത്. കണ്ട എന്താ ഒരു ലുക്കെന്ന് നോക്കി. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഇത്. കണ്ട നല്ലൊരു സ്പേസുള്ള ഒരു ലിവിങ് ഏരിയ. സീലിംഗ് വർക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ താമസിച്ചാൽ മാത്രമേ ബാക്കി എല്ലാ ഐറ്റംസും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ഡൈനിങ് ഏരിയ, ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത്. കണ്ട അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഡൈനിങ് ഏരിയയിൽ. കാരണം നമുക്ക് നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണിത്. കാരണം നമുക്ക് അതനുസരിച്ചുള്ള സെക്യൂരിറ്റി. അപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കൊരു ബെഡ്റൂമായിട്ടൊന്ന് കാണാം. ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ്. വാഷ് കൗണ്ടറിലേക്ക് ഒരു ഭംഗിയുണ്ട്. എല്ലാം നല്ല ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം. കണ്ട ഇവിടെ ഈ റൂം ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇതിൻ്റെ മെയിൻ റൂം കാണാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതിന് അത്യാവശ്യം കബോർഡും കാര്യങ്ങളും നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടോ എല്ലാം നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളതാണ്. അത്രയും സെറ്റായിട്ടാണ് ഈ വീട് അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് ഫിനിഷ് ചെയ്തേക്കണം. അതിന് നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുപാടും എല്ലാവരും നല്ല ഗ്രാൻഡാണെന്നുള്ളതാണ്. കണ്ടോ ഇതിനകത്താണെങ്കിൽ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ്, ഷവർ ഏരിയയും ടോയ്ലറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള 2ആയിട്ട് പാർട്ട് ചെയ്തേക്കാണ്. ഒരു റൂം തന്നെ 2ആയിട്ട് പാർട്ട് ചെയ്തേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു 2 BHK ഫ്ലാറ്റാണിത്. 1100 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂം. അതിനുണ്ടോ നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് കാര്യങ്ങൾ എല്ലാവരും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പക്ക ഫിനിഷിംഗ് ആണ്. എല്ലാവരും അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണം ഒരു ഫ്ലാറ്റാണിത്. അവരതിനുള്ള വില ചോദിക്കണം. ഇത് വെണ്ണലുണ്ട് ഇതിൻ്റെ
ലൊക്കേഷൻ വന്നത്. അത് എറണാകുളം സിറ്റി തന്നെ. അത്രയും നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു ഫ്ലാറ്റ്. ഇനി ഇതിൻ്റെ കിച്ചൺ കാണാൻ നമുക്ക് പോയി. ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു ഫ്ലാറ്റാണിത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കിച്ചണ്. സാധാരണ വീട്ടിലുള്ള നല്ല സ്പേസും അതുകൂടെ തന്നെയാണ്, നല്ല സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്തേക്കണ ഒരു കിച്ചണാണ് ഈ വീട്ടിനുള്ളത്. നിങ്ങൾ നോക്കി എന്താ സ്റ്റോറേജ് സ്പേസ് നോക്കി, അത്രയും നല്ല സെറ്റായിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ പറയാം. എല്ലാ സൗകര്യവും അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളത്. ഫ്രിഡ്ജ് താഴത്തും കിച്ചൺ കബോർഡിൻ്റെ അതായതും എല്ലാം അവിടെ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത്. ഇത് കണ്ട് ഇപ്പോഴും പുത്തം പോലെ തന്നെ ഇരിക്കുകയാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 ലക്ഷം രൂപയുണ്ട. കാരണം ഞാൻ പറഞ്ഞ ഈ ഫ്ലാറ്റിരിക്കുന്ന ലൊക്കേഷൻ കണ്ടില്ലേ നിങ്ങൾ, ഒരു കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ലൊക്കേഷൻ, കാരണം നമ്മൾ സാധാരണ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ടിറങ്ങി വഴിക്കൂടെ നടക്കണം. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇത് കണ്ട 15 ഏക്കറാണിത്. ഈ 15 ഏക്കർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇതിൽ നടന്ന് ഒരു റൗണ്ട് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഇടയ്ക്ക് വരും. അപ്പോൾ നമ്മളൊരു 2 റൗണ്ട് നടക്കണമെങ്കിൽ രാവിലത്തെ ജോഗിങ് പൂർത്തിയാന്നുള്ളത്. പിന്നെ ഇവിടെ ക്ലബ്ബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന് ഓണർക്ക് ഇവിടെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, കുറേ വില്ലാസ് ഉണ്ട് ഇവിടെ. കണ്ട ഇഷ്ടംപോലെ സ്ഥലവും കിടക്കണ്ട. അതായത് നമ്മൾ സാധാരണ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ, അതിലേക്കൊക്കെ മേലെയാണ്. കാരണം അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പ്. ഇപ്പം നിങ്ങൾ ഇവിടുത്തെ ഒരു വീടുകൾ നിങ്ങൾ കണ്ടോട്ടെ, ആ വീടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഓരോ പാർട്ടിയും അവർക്ക് ആവശ്യമുള്ള സ്ഥലം മേടിച്ച് അവിടെ ഓരോ വീടുകൾ അവരുടെ ഇഷ്ടത്തിന് അവർ ഡിസൈൻ ചെയ്ത് അവർ പണിത വീടുകൾ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് ഇങ്ങോട്ട് റിവറാണ് ഈ കാണുന്നത്. ഇതിൽ കൂടി എടപ്പള്ളിക്കുള്ള വാട്ടർ മെട്രോ ഇതിലാണ് പ്ലാൻ ചെയ്തേക്കണം. ഇതിൻ്റെ കുറ്റിയൊക്കെ അടിച്ച് പോയിട്ടുണ്ട്. കണ്ട് ഇവിടുത്തെ വീടുകളുണ്ടാവും, ഓരോ വീടുകളും ഓരോ ഇതേ ടൈപ്പാണ് ഉണ്ടാകും. അതായത് ഓരോ കസ്റ്റമറും അവരുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്ത് അവർ പണിയിപ്പിച്ച വീടുകളാണിത്. ഈ 15 ഏക്കർ പ്രൊജക്റ്റിൻ്റെ അകത്താണ് ഇതെല്ലാം വന്നത്. കണ്ടോ ഓരോ വീടിൻ്റെ ഡിസൈൻ കണ്ട, ഓരോ വീടും വെറൈറ്റി വീടുകളാണ്. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്ഥലം മേടിച്ച് വീട് പണിതിരിക്കുന്നു. അപ്പം അതിൻ്റെതായ ഇത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വില്ലയുടെ ഇതിനകത്തോടെ കയറുമ്പോൾ എല്ലാവരും ഒരു യൂണിഫോം പോലെ ഇരിക്കും, എല്ലാവരും ഒരുപോലെ ഇരിക്കുള്ളൂ. ഇതങ്ങനെയല്ല വേണ്ട, എല്ലാവരും പല ഒരെണ്ണത്തിനെ കോപ്പി അടിച്ചത് വേറൊരെണ്ണം ഇല്ലെന്നുള്ളതാണ്. അത്രയും സെറ്റപ്പ് ഉണ്ട്. ഇപ്പം ഈ സൈഡിലെ വീടുകളൊക്കെ നിങ്ങൾ കണ്ടോ, ഈ വീടിൻ്റെയൊക്കെ ലുക്ക് കണ്ട, അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ വീട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ വിളിച്ചോ.